സന്തോഷമാണോ ചോദിച്ചാൽ സന്തോഷമാണ്. കാരണം നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലല്ലേ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ജോലി കഴിഞ്ഞിട്ട് ഈവനിങ് സമയത്ത് ഹൗ ഈസ് മൈ ഈവനിങ്, അതായത് എങ്ങനെയാണ് എൻ്റെ ഈവനിങ് എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. എന്നെ കാണുമ്പോൾ തന്നെ എൻ്റെ മക്കൾക്കൊരു സന്തോഷം കേട്ടോ. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ കൂടുതൽ ഞാൻ ഇവരായിട്ട് മിങ്കലാവുന്നത് കൊണ്ട് ഇവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടം. ജോലി കഴിഞ്ഞ ഉടനെ ഇവരൊക്കെ നോക്കും ഞാൻ വന്നോ എന്ന്. എന്തായാലും എങ്ങനെ ആയിരിക്കും ഇന്നത്തെ എൻ്റെ ഈവനിങ് വ്ളോഗ് എന്ന് കാണാം. ഞാൻ ഇവർക്ക് കൊടുക്കുന്നതുണ്ടല്ലോ ജൈവ വളങ്ങൾ മാത്രം കേട്ടോ. ഇത് മുട്ടയുടെ തൊലി എല്ലാ ചെടികൾക്കും എല്ലാ പച്ചക്കറികൾക്കും ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെയെന്ന് വെച്ചത് നമ്മുടെ പഴം ഉണ്ടല്ലോ, പഴത്തിൻ്റെ വെള്ളമാണെന്നൊക്കെ ഞാൻ എല്ലാ പഴങ്ങളും ഇതിലേക്ക് ഇടും കേട്ടോ. ഓക്കെ, ഇതൊരു പിടിയെടുത്ത് ഇത്ര മതി കേട്ടോ. ഒരു വലിയ ബക്കറ്റിൽ എല്ലാ പഴങ്ങളും ഇട്ടിട്ട് അതിലേക്ക് വെള്ളം നിറയ്ക്കുക. എന്നിട്ട് ഒരു ബക്കറ്റിലേക്ക് അതിലേക്ക് ഇട്ടിട്ട്, ഇത് 10 ലിറ്ററിൻ്റെ ബക്കറ്റ് കേട്ടോ. ഒറ്റൊരു മഗ് എടുത്തിട്ട് ബാക്കി 9 ലിറ്റർ വെള്ളം ഈ വെള്ളത്തിന് മൊത്തം ഇതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ. നമുക്ക് തൊട്ടടുത്ത് കാണുന്നത് എൻ്റെ ഇഞ്ചി കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ മഞ്ഞളാണ്. ഇതൊക്കെ ഞാൻ ടെറസിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് വെച്ചതാണ്. എല്ലാ ചെടിക്കും കൊടുക്കട്ടെ. ഇത് ഈ ഒരു പുതിന 2 വർഷമായി, പക്ഷെ ഞാൻ കൂടുതൽ വെക്കാറില്ല കേട്ടോ. കാരണം നമുക്ക് റെഫ്യൂസ് ആവുന്നൊരു എന്താ പറയുക ഇലയാണ് പുതിന ഇല. ഞാനിതിനെ ഇത്ര പാകുമ്പോൾ തന്നെ ഇതെനിക്ക് നാളെ കട്ടാക്കാനുള്ളത്. ഇത് രണ്ടും വെട്ടി വെക്കോട്ടെ. ഇതുപോലെ എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ ഗ്രോ ബാഗിൽ റീസെൻ്റ്ലി വെച്ച മുളകാണിത്. കാരണം വേറെ മുളക് എനിക്ക് ഒരുപാടുണ്ട്. നമ്മൾ തക്കാളി, പിന്നെ മുളക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കൊറിയൻഡർ ലീഫ്, പുതിന ഇല, വൈതനങ്ങ, പയർ, അമരപ്പയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പൈസ കൊടുത്ത് മേടിക്കാറില്ല കേട്ടോ, കാരണം എല്ലാം ഇവിടെ നിന്നാണ്. ഇതെൻ്റെ ഒരു പയർ കേട്ടോ. ഇതിന് ഞാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ. ഇതുപോലത്തെ ഒരു ഫ്രൂട്ട്സൊക്കെ വരുന്നൊരു ബോക്സ് ഉണ്ടല്ലോ, ആ ഒരു ബോക്സിലാണ് ഞാൻ ഈ ഒരു പയർ വെച്ചിട്ടുള്ളത്. അതിൻ്റെ താഴെ ഭാഗത്ത് ഞാൻ കൊറിയൻഡർ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊറിയൻഡറൊക്കെ ഒരു മെയിൻറ്റെയിനും ചെയ്യാത്ത നിർത്തിയേക്കുന്നതാണ്. എന്നാലും ആവശ്യത്തിന് കൂടുതൽ നമുക്ക് കിട്ടാറുണ്ട്. ഞങ്ങൾ കൊടുക്കാറ് മീൻസ് എന്താ പറയുക, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കൊക്കെ ഞങ്ങളങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ സന്തോഷത്തിനുള്ള കാരണങ്ങൾ. ഇത് ഞാൻ ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ള കയ്പക്ക കേട്ടോ. നിലത്ത് നട്ട കയ്പൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് പോയി പടർന്നു പോയത് എൻ്റെ ചെടികളുടെ അടുത്താണ്. ചെടികളുടെ സെക്ഷനിലേക്ക് പോകരുതെന്ന് പറഞ്ഞാലും അവർ പോയി. ഓക്കെ, വീഡിയോ എടുക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോയിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവരെ കട്ടാക്കാനുള്ളതാണ്. കാരണം നാളെ വെള്ളിയാഴ്ചയല്ലേ, നമുക്ക് ബിരിയാണിക്ക് നോക്കെ നല്ല വിഷമില്ലാത്ത കൊറിയൻഡർ. ഇത് നെക്സ്റ്റ് ഒരു 10 ദിവസം കൊണ്ട് നല്ല രീതിയിൽ മുളച്ച് വരും കേട്ടോ. ഇത് കഴിഞ്ഞ ആഴ്ച കട്ടാക്കിയതാണ് ഞാൻ. നോക്കെ, ഈ ഒരാഴ്ച വന്നു. ഇത് കട്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇതിനെ കട്ടാക്കിയത്. നെക്സ്റ്റ് വെള്ളിയാഴ്ച ഇതാണ്. അപ്പോൾ നമുക്ക് ഇത് പാകമായി കിട്ടും. അങ്ങനെ ഇത്ര കൊറിയൻഡർ വെച്ചിട്ട് ഞാൻ നോക്കെ കട്ട് ചെയ്യ എടുക്കുക. ഒന്നുമില്ല, വിത്ത് പാകിയതാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വിഷങ്ങൾ അടിച്ച് വരുന്ന സംഭവമാണ്, ഇലകളൊക്കെയാണ് കൊറിയൻഡറൊക്കെ. ഇതൊക്കെ പരമാവധി വീട്ടിൽ വളർത്താം. കാരണം നമുക്ക് ഒരുപാട് വർഷം ജീവിക്കേണ്ട നല്ല രീതിയിൽ സന്തോഷമായിട്ട്. അപ്പോൾ ആവുന്ന പരമാവധി വെജിറ്റബിൾസൊക്കെ ഞങ്ങൾ വീട്ടിൽ വളർത്താം കേട്ടോ. ഇത് നമ്മുടെ ടെറസിൻ്റെ ഒരു ഭാഗം കേട്ടോ. ഇവിടെ ഞാൻ വളങ്ങൾ മാത്രമാണ് വെച്ചിട്ടുള്ളത്. ചാണകം, കരി, പഴത്തിൻ്റെ വെള്ളം, മുട്ടത്തോട്, ഓറഞ്ചിൻ്റെ തോട് ഇന്നലെ ഞാൻ ഇട്ടതാണ്. ഇത് നമ്മുടെ മുട്ടയുടെ പൊടി. ഇതിൽ വേപ്പിൻ പിണ്ണാക്ക്. കുറച്ച് ചെടികൾക്ക് ചാണകം കൊടുക്കുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഈവനിങ് സമയത്താണ് ചെയ്യാറ്.
നമ്മുടെ സ്ട്രോബെറിയാണ്, ഒരുപാട് കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താ അറിയില്ല, കുറച്ച് നാളായിട്ട് കായ്ക്കുന്നേ ഇല്ല. അതിനൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചാണകം ഇട്ട് കൊടുത്തു. ഇത് നമ്മുടെ മുളകിൻ്റെ വിത്തിട്ടിട്ട് വന്നതാട്ടോ. ഞാനിത് ആവശ്യക്കാർക്ക് കൊടുക്കാറുമുണ്ട്, നെക്സ്റ്റ് ട്രിപ്പിൽ ഇതിനെ നട്ട് വെക്കാറുമുണ്ട്. എൻ്റെ ചെടികൾക്ക് കുറച്ച് ചാണകം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് മെൻഡർ ലീഫിൻ്റെ വിത്താട്ടോ. ഇവിടെ ഇങ്ങനെ പാകി വെച്ചാൽ മതി, വന്നോളൂ. ചെടികളുടെ ഇടയിലുള്ള ഈ ഉണങ്ങിയ ലീഫൊക്കെ ഉണ്ടാവുമല്ലോ, ഇടയ്ക്ക് വളർന്നു വരുന്ന ഇതുപോലത്തെ പുല്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതുപോലെ വാടിയ ഇലകൾ, ചെടികളുടെ അടുക്കുള്ള ഒക്കെ ഇതുപോലത്തെ ചാണകം ഇട്ട് കൊടുത്ത ഉടനെ വരുന്നൊരു എന്താ പറയുക പുല്ലാണ് ഇത്. ഇതിനൊക്കെ ഉടനെ തന്നെ എടുക്കാം കേട്ടോ. ഇതൊരു വെറൈറ്റി മണി പ്ലാന്റാണ്. ഇതിലേക്ക് ചാണകമൊന്നും ഇല്ല. ഇതൊക്കെയാണ് എൻ്റെ ഈവനിങ് പരിപാടി. ഇത് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന ഫ്രൂട്ട്സിൻ്റെ ഡബ്ബ കേട്ടോ. ഇതിലേക്ക് ഞാൻ ഗ്രീൻ നെറ്റ് വിരിച്ചു കൊടുക്കും. ഇതുപോലെ നെറ്റിട്ട് പാകാക്കും കേട്ടോ. അതിൻ്റെ മുകളിൽ ഇതേ നല്ല കറുത്ത മണ്ണ്, ആദ്യം ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 4 മൂലക്ക് വെച്ച് കൊടുക്കും മണ്ണ്. ഇതൊക്കെ വൈകുന്നേരം ചെയ്യുന്നത് കേട്ടോ, ഭയങ്കര സന്തോഷമാണ്. ഇപ്പം പകുതി മണ്ണായിട്ടുണ്ടേ. ഇപ്പം ഇതിൻ്റെ നേരെ പകുതി ഞാൻ ചാണകം ഇടും. വീണ്ടും മണ്ണ് നിറച്ച് വീണ്ടും ചാണകം. ഇതെനിക്ക് ഗിഫ്റ്റ് വന്നത് കേട്ടോ, സീഡ്സ്. ഇതിൽ ലേഡീസ് ഫിംഗർ ഉണ്ട്, ചില്ലി ഉണ്ട്, കൊറിയണ്ടർ ഉണ്ട്, തക്കാളി ഉണ്ട്, ഗ്രീൻ സ്പിഞ്ച് അതായത് പാലക്ക് ഉണ്ട്, പിന്നെ പച്ചച്ചീര ഉണ്ട്. ഇതൊക്കെ പച്ചച്ചീര. ഇത് ചുവന്ന ചീര ഞാൻ ഇതുപോലെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് നിർത്തിയിട്ട് പാകിയിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. അതായത് പച്ചച്ചീരയാണ്. ഇത് ഗ്രീൻ ട്രോപ്പിക്കലിൻ്റെ സീഡ്സ് ആട്ടോ, അതായത് അതും ചീര തന്നെയാണ്. ഇത് അമരനാഥ് കൗഡഡ് സീഡ്സ്. ഇപ്പോൾ ഇതിൽ ഏത് പാകണ്ടെന്ന് അറിയില്ല, എന്തായാലും അമരനാഥിന് പാകാം ഞാനിതിൽ. അങ്ങനെ അത് കഴിഞ്ഞു. ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഒരാൾ 3 കറ്റാർവാഴ തന്നട്ടോ. ഇവിടെ കറ്റാർവാഴ ഉണ്ട്, ഇതിലുണ്ട് 2, 3, 4 കേട്ടോ. ഇതിലൊരുപാട് കുഞ്ഞുങ്ങളുണ്ട്, 5. കാരണം ഇവിടെ ഭയങ്കര യൂസാണ് കറ്റാർവാഴയുടെ. വായ്പുണ്ണയ്ക്ക് വന്നാൽ ഓൺ ദ സ്പോട്ട് ഇതിൻ്റെ ഒരു ലീഫ് മതി കേട്ടോ. രാത്രി കിടക്കുമ്പോട്ട് രാവിലേക്ക് മാറി കിട്ടും. അടുത്ത ജോലി നോക്കുമ്പോൾ, ജോലിക്ക് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ കോലീസിൽ കുറച്ച് പൂക്കളുണ്ട് കേട്ടോ. കോലീസിൽ ഒരിക്കലും പൂ വെക്കാൻ പാടില്ല. നമ്മുടെ ചെടികളുടെ അടക്കുള്ള പുല്ലുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് എടുക്കാം. ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. ഉണക്ക് പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് എടുക്കാം കേട്ടോ.
അതൊന്നും ഒരിക്കലും ചെടികളിൽ വെക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞ് ഒരു കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കാം.